മരങ്ങൾ ഒരുപക്ഷെ ഇനി കടവൊഴുകും, ഇനി ഘടികാരങ്ങൾ നിലയ്ക്കും, ഇനി തെരുവ് ഗായകർ മരിക്കുന്നത് ആരും അറിയില്ല. ഈ നഗ്നപാതനായി നടന്ന് വാർത്ത ശേഖരിച്ച മാധ്യമപ്രവർത്തകർ പറയാതെ അവരുടെ ജീവിതം കൊണ്ട് തെളിയിച്ചൊരു സത്യമുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ജീവിക്കണമെന്നത് അയാളുടെ മാത്രം ആവശ്യമായി ചുരുങ്ങുകയാണ്. ഇത് കവി ബാലേന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹം സീരിയലിലൊക്കെ അഭിനയിച്ച ഒരു ഘട്ടത്തിൽ ഭാര്യ അദ്ദേഹത്തിനോടൊരു സംവാദം നടത്തുന്നുണ്ട്. നിങ്ങളെ ഞാൻ പ്രണയിക്കുമ്പോൾ നിങ്ങൾക്ക് കവിതയുണ്ടായിരുന്നു, ചെരുപ്പുണ്ടായിരുന്നില്ല, നിങ്ങൾ അന്ന് വലിയ ആശയത്തിനുടമയായിരുന്നു, ഇപ്പോൾ നിങ്ങൾ സീരിയലിലെത്തുന്നു, പണം സമ്പാദിക്കുന്നു. അപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നുണ്ട്, ആ തെണ്ടിയായ ഞാൻ ജീവിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമായിരുന്നു, ലോകത്തിനൊരു താല്പര്യവും അതിനുണ്ടായിരുന്നില്ല. പക്ഷേ അന്നത്തെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ സ്നേഹിക്കാൻ ഒരു വിജയലക്ഷ്മി ഉണ്ടെങ്കിൽ പുതിയ തലമുറയിൽ അങ്ങനെ ആരെയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് നമുക്ക് മുന്നിലെ യാഥാർത്ഥ്യം. അപ്പോൾ മാറുന്ന ഒരു തലമുറയിൽ, മാറുന്ന ഒരു ശൈലിയിൽ ചാറ്റ് GPT-യെ ആശ്രയിച്ചും ഇൻസ്റ്റാ, ട്വിറ്റർ, സമൂഹ മാധ്യമങ്ങളെ ആശ്രയിച്ചും മുന്നോട്ട് നീങ്ങുന്ന ഒരു ലോകത്തിൽ, ഒരു ലോകക്രമത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇനി ചുവടുറപ്പിക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് നിങ്ങളോടൊരു വാർത്ത നൽകണമെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം അവർ രാജിവെച്ച് പോവുകയുണ്ടായി. കരോളിൻ ലെവിറ്റ് പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടികളെ നോക്കാൻ പോവുകയാണ്. പക്ഷേ ട്രംപിന് ഒരു കരോളിൻ ലെവിറ്റ് പോയതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല, പുതിയൊരാളെയും ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ പേജിൽ ഞാൻ ഇറാനെ തകർക്കാൻ പോകുന്നു എന്നൊരു വാർത്ത കൊടുത്താൽ അതെല്ലാ ടെലിവിഷനുകളും ഏറ്റെടുത്ത് ട്രംപ് ഇന്ന് രാത്രി ഇറാനെ ആക്രമിച്ചിരിക്കും എന്ന് കുറിച്ചിരിക്കുന്നു. ട്വിറ്ററിൽ എന്തും സംഭവിക്കാം. ആ ജിജ്ഞാസയും കൗതുകവും ഉണ്ടാക്കിയ ആളുകളെ എങ്ങനെയെങ്കിലും ടെലിവിഷനുകൾക്ക് മുന്നിൽ പിടിച്ചിരുത്താനുള്ള അവസാനത്തെ ശ്രമം മാത്രമാണ് ഇന്ന് മാധ്യമപ്രവർത്തകർ. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. നിങ്ങൾ ടെലിവിഷനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ വാർത്തകൾ അപ്രത്യക്ഷമായി. ആദിവാസി ഊരുകളിൽ കറണ്ടില്ല എന്നുള്ളത് വാർത്തയല്ലാതായി മാറിക്കഴിഞ്ഞു. ഒരു പാവപ്പെട്ട മനുഷ്യന് വൈദ്യസഹായം ലഭിക്കുന്നില്ല എന്നത് ഇനിയൊരു വാർത്തയെ അല്ലാതാകുന്ന കാലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചില ഘട്ടങ്ങളിൽ, ചില തരത്തിൽ മനുഷ്യരെ പിടിച്ചിരുത്താൻ കഴിയുന്ന സെൻസേഷണലിസം എന്താണെന്ന് അൽഗോരിതം നമ്മളെ, യൂട്യൂബിൻ്റെ, ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം, ഇൻസ്റ്റയുടെയൊക്കെ അൽഗോരിതം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് മാറി ചിന്തിക്കാൻ മാത്രം തയ്യാറാകുന്ന ഒരു നിർമ്മിത ബുദ്ധിയുടെ ശാശ്വത അടിമയായി മാത്രം മാധ്യമപ്രവർത്തകൻ അധപ്പതിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യമെന്ന ബോധത്തിൻ്റെ മുഴുവൻ സാഹചര്യങ്ങൾ മാറുകയാണ്. പുതിയ ജൻസി തലമുറ പുതിയ കാഴ്ചപ്പാടുള്ളവരാണ്. അവരുടെ മുന്നിൽ നമുക്ക് ചെറിയ കാര്യം, നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ കാര്യങ്ങൾ എന്നത് അവരുടെ മുന്നിൽ അത് ചെറിയ കാര്യങ്ങളായി മാറുകയാണ്. കഴിഞ്ഞിടെ ഒരു പൊതുചർച്ച ഒരു പരിപാടി ഞങ്ങൾ ടെലിവിഷനിൽ സംഘടിപ്പിക്കാറുണ്ട്. അപ്പം ഞാൻ പാർലമെൻറ്റ് സമ്മേളിച്ചിട്ട് ഈ കഴിഞ്ഞ സമ്മേളനം, വർഷകാല സമ്മേളനത്തിൽ നടന്നല്ലോ, ഒരു ദിവസം പോലും അതിന് കൃത്യമായി സമ്മേളിക്കാനോ ഒരു ചർച്ചയോ നടത്താനോ കഴിഞ്ഞില്ല. അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അത് ഭരണപക്ഷത്തിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെയോ കുറ്റമാണെന്നുള്ളത് നമ്മളിൽ രാഷ്ട്രീയമനുസരിച്ച് നമുക്കതിനെ വിശകലനം ചെയ്യാം. പക്ഷേ ഇത് ചർച്ച ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല, അഖിൽ NRD എന്ന ഒരു ബിഗ് ബോസ് താരത്തിൻ്റെ ഭാര്യ അർദ്ധരാത്രി ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയത് ചർച്ച ചെയ്താൽ ഇതിനേക്കാൾ വ്യൂവർഷിപ്പ് കിട്ടും എന്ന് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കുന്ന പുതിയ ജൻസി തലമുറയ്ക്ക് മുന്നിലാണ് നമ്മൾ ഈ പഴയ കാലഘട്ടത്തിൻ്റെ ആയുധവുമായി നിൽക്കുന്നത് എന്നതാണ് അതിൻ്റെ രസകരമായ കാര്യം. ഇന്ന് ഇത്തരം ആളുകൾ എന്ത് ചെയ്യുന്നു, ആളുകളുടെ വ്യക്തി ജീവിതങ്ങളുടെ അളവ്, അതിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങൾ ഒരു ഘട്ടത്തിൽ ഫേസ്ബുക്കിൽ വന്നാൽ അതിലേക്ക് പെട്ടെന്ന് ഇരിയും. പിന്നെ അത് മാറുമ്പോൾ അതിനനുസരിച്ച് അവരുടെ താല്പര്യങ്ങളും മാറുകയാണ്. അപ്പോൾ എന്ത് ചർച്ച ചെയ്യപ്പെടും, എന്ത് ജനം സ്വീകരിക്കുമെന്നറിയാൻ ഓരോ നിമിഷവും സമൂഹ മാധ്യമത്തെയും AI-യെയും അങ്ങനെ മാറി വരുന്ന സാങ്കേതിക വിദ്യയുമൊക്കെ പരിശോധിച്ച് നിലനിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാധ്യമപ്രവർത്തകൻ മാറുകയാണ്. എനിക്ക് തോന്നുന്നത് ഇനി ഒരു കുറച്ചു കാലം കൂടി കഴിയുമ്പോഴേക്കും ന്യൂസ്, ഇപ്പം തന്നെ റിപ്പോർട്ടർമാരുടെ എണ്ണം എല്ലാവരും ഗണ്യമായി കുറയ്ക്കുകയാണ്. നിങ്ങൾ എങ്ങനെ വാർത്ത എഴുതി അയച്ചാലും അത് തിരുത്തി എഴുതാൻ കഴിയുന്ന AI ടൂളുകൾ വരികയാണ്. അതുകൊണ്ട് ഡെസ്കിലെ ആളുകളുടെ എണ്ണം കുറയുകയാണ്, ക്യാമറാമാൻമാരുടെ എണ്ണം കുറയുകയാണ്, വിഷ്വൽ ജേർണലിസ്റ്റുകളുടെ എണ്ണം കുറയുകയാണ്. അതുപോലെ
പ്രിന്റ് ജേർണലിസ്റ്റുകളുടെ എണ്ണം കുറയുകയാണ്. ഒരു മുറിക്കകത്തിരുന്ന് തന്നെ നിങ്ങൾക്ക് വാർത്ത എഴുതാൻ കഴിയും. ഒരു 2-3-4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ കേരളത്തിൽ വന്ന് മാധ്യമപ്രവർത്തകരെ, മാധ്യമ സ്ഥാപനത്തിൻ്റെ എഡിറ്റർമാരെയൊക്കെ കാണണം എന്നാവശ്യപ്പെടുകയും അങ്ങനെ ഒരു യോഗത്തിൽ അവിടെ നമ്മുടെ പ്രധാനപ്പെട്ട പത്രമേധാവികളെല്ലാം പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ: നമ്മൾ വലിയ പണം കൊടുത്ത് വാർത്ത ശേഖരണം നടത്തുന്നത് സെക്കൻഡുകൾ കൊണ്ട് കോപ്പി ചെയ്ത് മറ്റൊരു ഫോർമാറ്റിലാക്കി അതേ വാർത്ത നമ്മളുടെ ആളുകളിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ ആ വായനക്കാരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന, കോപ്പി ചെയ്യാൻ കഴിയുന്ന ടൂളുകൾ വരികയാണ്. അപ്പോൾ ഒരു മാതൃഭൂമിയുടെ പത്രാധിപർ പറയുന്നൊരു വിഷമമാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനെ ഒരു സ്ഥലത്ത് നിർത്തുന്നു, ശമ്പളം കൊടുത്ത് ആ മാധ്യമപ്രവർത്തകർ വാഹനമെടുത്ത് ഒരു സ്ഥലത്ത് പോയി ഒരു വാർത്ത കണ്ടെത്തി കൊടുക്കുന്നത് 3 സെക്കൻഡ് കൊണ്ട് കോപ്പി ചെയ്ത് മറ്റൊരു മാധ്യമത്തിന് അതിലെ അയാൾ കണ്ടുപിടിച്ചു എന്ന തരത്തിലേക്ക് ഭാഷ മാറ്റി അത് പുനഃപ്രസിദ്ധീകരിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ലോകത്ത് നിൽക്കുന്നത്. അപ്പം ഇത് എങ്ങനെ ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് എല്ലാവരും ആശങ്കപ്പെടുന്നത്. അപ്പം ഇതിനെ എങ്ങനെ തടയാൻ കഴിയും? ഇതിൽ അന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ഞങ്ങളോട് പറഞ്ഞത്, ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ ഇതാ മാധ്യമങ്ങൾക്ക് മേലെ സർക്കാർ കുതിര കയറുന്നു, മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ നിയമങ്ങൾ വരുന്നു, ഇന്ത്യ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ റാങ്കിങ്ങിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രക്ഷോഭങ്ങൾ വരും, അതുകൊണ്ട് ഞങ്ങളിതിൽ ഇടപെടാനില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള വലിയ പ്രതിസന്ധികൾക്ക് ഇടയിൽ നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആത്മഹത്യക്കും കൊലപാതകത്തിനും ഇടയിൽ നടക്കുന്ന ഒരാളാണ് എന്ന് പണ്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞതുപോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കാൻ കഴിയാത്ത ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു തൊഴിലായി മാധ്യമപ്രവർത്തനം മാറുകയാണ്. ഇപ്പോൾ മറ്റെല്ലാ തൊഴിൽ മേഖലകൾക്കും ഒരു ഡോക്ടർക്ക് നിങ്ങളോട് കള്ളത്തരം പറയാം, ഡോക്ടറുടെ സമ്മേളനങ്ങളിൽ ചെന്നാൽ അവിടെ ആരും ധാർമ്മികത പറയുന്നില്ല. അഭിഭാഷകർക്ക് കള്ളത്തരം പറയാം, അവർക്ക് കള്ളന് വേണ്ടി വക്കാലത്ത് വിളിക്കാം. അപ്പോൾ ആരും അഭിഭാഷകർ, മഹാത്മാഗാന്ധിജി ഉൾപ്പെടെ ഒരു അഭിഭാഷകനായാണ് തുടങ്ങിയത്, അതിൻ്റെ ചരിത്രമൊന്നും ആരും ഓർക്കില്ല. പക്ഷേ നമ്മൾ എപ്പോഴും ഒരു മാധ്യമപ്രവർത്തകൻ്റെ ധാർമ്മികതയിലേക്ക് വല്ലാതെ വിരൽ ചൂണ്ടുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത് എന്നതാണ് നമ്മളെ സംബന്ധിക്കും ഏറ്റവും വലിയ പ്രശ്നം. ഇന്നുവരെ ആരും ചോദിച്ചിട്ടില്ല കേരളത്തിൽ എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് ഒന്നിലധികം സംഘടനകളില്ല, എന്തുകൊണ്ട് അവർക്ക് അവരുടേതായ ഒരു ക്ഷേമനിധിയില്ല, എന്തുകൊണ്ട് അവർക്ക് ഒരു സേവന വേതന നിയമമില്ല, എന്തുകൊണ്ട് അവർക്ക് ഒരു ഇത്ര മണിക്കൂർ പണിയെടുക്കണമെന്നതിനെ സംബന്ധിച്ച് ഒരു നിയമമില്ല എന്ന് ഒരു സാംസ്കാരിക നായകനും ചോദിക്കുന്നില്ല എന്നിടത്താണ് നമ്മുടെ യൂണിയൻ്റെ പ്രസക്തി ആരംഭിക്കുന്നത്. എല്ലാവരും നമ്മൾ ധാർമ്മികതയെ കുറിച്ച് പറയുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ 16 മണിക്കൂർ ജോലി ചെയ്താൽ അത് അവൻ്റെ വിധിയാണ്, അതാണ് ഉത്തമം എന്ന് പറയുകയും അവന് നഷ്ടമാകുന്ന കുടുംബത്തെക്കുറിച്ചോ അവൻ്റെ ജീവിതത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ നമ്മൾക്ക് ഇത് കേൾക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയാണ്. അവിടെയാണ് ഇതെല്ലാം കഴിയുമ്പോഴും സാമ്പത്തികമായി പല മാധ്യമങ്ങൾക്കും അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല, ശമ്പളം നൽകാൻ കഴിയുന്നില്ല എന്ന വിഷയം വരും. ഇപ്പോൾ ഒരു ചെറിയ സ്ഥാപനത്തിൽ ഒരു തൊഴിലാളിക്ക് ശമ്പളം കൊടുത്തില്ല എന്ന് ധരിക്കൂ, ഇന്നത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാണ്. എത്ര സ്ഥാപനങ്ങൾ ഇവിടെ മാധ്യമ പ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കാതെ അവരെ ഇട്ട് നെട്ടോട്ടം ഓടിപ്പിച്ചിട്ടും ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ഒരു സാംസ്കാരിക നായകനും ഉണ്ടായില്ല എന്നതാണ് നമ്മുടെ വലിയ ദുരന്തം നിൽക്കുന്നത്. എത്ര മാധ്യമപ്രവർത്തകർ ആത്മഹത്യക്ക് ശ്രമിച്ചു, ഒരാളും അന്വേഷിക്കുന്നില്ല. ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മുടെ നാടിനൊരു അപകടം പറ്റുന്നു എന്ന് മനസ്സിലാക്കി ആ വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയ മാധ്യമപ്രവർത്തകൻ ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ ഇതാ ഒരു മാധ്യമപ്രവർത്തകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യം പോലും നമ്മുടെ സഹപ്രവർത്തകർക്കില്ല. നമ്മുടെ പ്രിയ കൂട്ടുകാരൻ അന്തരിച്ചു എന്ന് നമ്മൾ ആ വാർത്ത കള്ളമായി എഴുതുകയാണ്. അവിടെ തുടങ്ങുകയാണ് കള്ളത്തരം. നമുക്ക് വേണമെങ്കിൽ എഴുതാം, എൻ്റെ കൂട്ടുകാരൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു, അവൻ്റെ ദുരിതമാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്ന് പറയാനുള്ള ആർജവും ധൈര്യവും ഇല്ലാത്തൊരു സമൂഹമായി നമ്മൾ മാറി. നമ്മൾ പറയുകയാണ് ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വിടവാങ്ങി, അന്തരിച്ചു, അദ്ദേഹം ഓർമ്മയായി, ഇനിയില്ല, ഇങ്ങനെയുള്ള വാക്കുകളാണ്. എന്നാൽ അവൻ പട്ടിണി കിടന്ന് മരിച്ചു എന്ന് പറയാൻ ഈ നാട്ടിൽ ആർക്കും ഇന്ന് വരെ കഴിഞ്ഞില്ല എന്നിടത്താണ് നമ്മളുടെ ഒരു സംഘടന എന്ന ഒരു ആശയം മുന്നോട്ട് വരുന്നത്. ഇന്ന് കേന്ദ്ര സർക്കാർ
ചില സൗകര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ